ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ യാത്ര നമ്മൾ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത് വിത്ത് ഫാമിലി ആയിട്ട്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് 3 മണിയൊക്കെ ആയപ്പോഴാണ്. കാരണം നമ്മൾ ഈ സമയത്ത് പോകുകയാണെങ്കിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് സമാധാനത്തോടെയൊക്കെ ഡ്രൈവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കുതിരൻ ചുരങ്കത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പണായ സമയത്ത് നമുക്ക് ഇതിൽ കൂടെയൊക്കെ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം പോകാൻ പറ്റില്ല. ഇപ്പോഴാണ് നമുക്ക് ടൈം കിട്ടിയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ വേറെ നമുക്ക് വണ്ടിയുടെ ശല്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം രാവിലെ നേരവും വെളുത്തിട്ട് അപ്പോഴേക്കും നമ്മൾ തമിഴ്നാട് ബോർഡർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. രാവിലെ യാത്ര പുറപ്പെട്ടത് തന്നെ ഒരു രാവിലത്തെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നേരെ തമിഴ്നാട് കിടക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പോയ വഴി എന്ന് പറയുന്നത് പഴനി വഴിയാണ്. അപ്പോൾ ഇതാ കാണുന്നതാണ് പഴനി അമ്പലം. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ കയറണമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ നമുക്ക് തിരക്ക് കാരണം നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ താഴത്ത് കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലോട്ട് പോയിട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇ പാസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ അറിയാം, കൊടൈക്കനാലിൽ പോണതിന് മുമ്പ് തന്നെ ഇ പാസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക്കൊന്നും അവർ അലൗഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ കളഞ്ഞു. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലൊക്കെ ട്രിപ്പ് പോകണവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകരുത് കേട്ടോ. കൊണ്ടുപോയാൽ തന്നെ അവരെല്ലാവരും നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും. അന്നേരത്തേക്കും പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. പിന്നെ അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ കൊടൈക്കനാലിലോട്ട് എൻട്രി ആവും കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 സൈഡും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം ഓടിച്ച് നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂറാണ് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം നല്ല ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് തന്നെ. അതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് നമ്മൾ മേളിലാട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ കാണിച്ചു തരാം. അന്നു മാറിക്കേ, ഫ്രണ്ടിൽ നിന്ന് മാറിക്കേ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഫുൾ വീടുകളാണ്, അതും പല കളറിലുള്ള വീടുകളാണ്. നല്ല ഭംഗിയാണ് ഇത്. ഇപ്പോൾ ഉച്ച സമയമാണ്. എന്നാലും വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി റൂം ടൂർ കാണാം. അപ്പോൾ നമ്മുടെ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 2 കസേര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടീയും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അതിന് നമ്മൾ നേരെ വരുമ്പോൾ തന്നെ ഒരു ബാത്റൂമാണ്. സാധാരണ അത്യാവശ്യം സൗകര്യമൊക്കെയുള്ള ഒരു ബാത്റൂമുണ്ട്, ഒരു മിററുണ്ട്, പിന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഡബിൾ സൈഡ് ബെഡ്റൂമാണ്. അതേപോലെ തന്നെ ഒരു മിററുണ്ട്, ഇവിടെ TV ഉണ്ട്, പിന്നെ ചെറിയൊരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അങ്ങനെ ചെറിയൊരു റൂമാണ് നമുക്ക് ഉള്ളത് കേട്ടോ.
പിന്നെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ആ വീടുകളുടെയൊക്കെ ആ വ്യൂവും കാണാം. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് എല്ലാവരും തന്നെ കിടന്ന് ഉറങ്ങി. നമ്മളപ്പോൾ വൈകുന്നേരം എഴുന്നേറ്റപ്പോഴേക്കും അന്നേരത്തേക്കും നല്ല മഴയും ഇടിവെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സന്ധ്യയൊക്കെ ആറായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വഴിയിൽ മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ലേക്കിലോട്ടാണ്. ലേക്കും നല്ല കാഴ്ചകളൊക്കെ കാണാനാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുതിര സവാരിയൊക്കെ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് 30 മിനിറ്റിന് 150 രൂപ അങ്ങനത്തെയൊക്കെ റേറ്റിലാണ് നമുക്ക് കുതിര സവാരി നമുക്ക് ചെയ്യുന്നത്. നല്ല ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഈ സൈക്കിൾ കണ്ട് ഇതുപോലെ സൈക്കിൾ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ 30 മിനിറ്റൊക്കെ 150 100 രൂപയാണ് പൈസ വരുന്നത്. ഇങ്ങനെ നമുക്ക് സൈക്കിളിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് മൊത്തം സൈക്കിളിൽ ചുറ്റി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ സൈക്കിളൊക്കെ ഓരോ സൈഡിലും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് നോക്കാം. അപ്പോൾ ട്രാഫിക് അധികമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ചുറ്റും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ചുറ്റി കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗാർഡനിലാണ് പോയത്. ഫുൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു ഇവിടെ വെച്ചിട്ട്. பார்த்து டான்ஸ் കളിക്കും. ഓക്കെ അല്ലു ഇച്ചിരി അടുത്തിടാ. ഓക്കെ അന്നു ഇച്ചിരി അടുത്തേ. വേറെ അപ്പോൾ നമ്മൾ റീൽസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു കുഞ്ഞു ഫ്രണ്ട് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ റീൽസ് ചെയ്യാനായിട്ട് ഈ കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടീനെയും കൂടെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ റീൽസൊക്കെ കളിച്ചായിരുന്നു. പേരെന്താ? നെയിം ഷനാന. ഓക്കെ, നൈസ് ടു മീറ്റ് യു.
അതെ നമുക്ക് സന്ധ്യ അപ്പോൾ നമ്മൾ രാത്രിയായപ്പോഴേക്കും നമ്മൾ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണിത്. നമ്മൾ നേരത്തെ കണ്ട വീടുകളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.